വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഏത് വണ്ടിയാണെന്ന് ഈ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഗെറില്ലയാണ്, ഗെറില്ല 450. ഈ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്, നോർമൽ ഗെറില്ലല്ലത്. ഇതിൽ എക്സോസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഏതാണെന്ന് വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിരിക്കും, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂവും ഇതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി വീഡിയോ ഗൈസ്. ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് അറിയില്ല, എല്ലാം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. മൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സൗണ്ടിനൊരു വിഷയം. സോ അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. നമുക്ക് മൈക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സമയം നമ്മൾ കറക്റ്റ് സമയത്ത് അത് ചെയ്യാം. ഇവിടെ നിന്ന് പുള്ളി കാണിച്ചു തരാം. പവർട്ടിലൂടെയൊക്കെ കുറച്ച് അഗ്രസീവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഗെറില്ലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഗെറില്ലയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എൻഫീൽഡിൻ്റെ 450cc ഷെർപ്പ എഞ്ചിനിൽ വന്നൊരു റോഡ്സ്റ്ററാണ്, പെർഫോമൻസ് റോഡ്സ്റ്ററാണ് ഗെറില്ല. അപ്പം പെർഫോമൻസ് റോഡ്സ്റ്റർ എന്ന് കേൾക്കുമ്പോഴേ അറിയാലോ ഇത് ആരൊക്കെ ഇതിനകത്തോട്ട് കൈ വെക്കണമെന്ന്. അത്യാവശ്യം ബൈക്കിന് വണ്ടിയിലൊന്ന് ബാലൻസ്ഡായി വണ്ടി നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഗെറില്ല ഒരു ഫസ്റ്റ് ടൈം ബൈക്കായിട്ട് തന്നെ നോക്കുക. ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇതിൻ്റെ മേടിൽ കയറിയിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഇതിൻ്റെ താഴെ ഏറ്റവും അവസാനം ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. സെക്കൻഡ് ഇതിൻ്റെ താഴെ അതല്ലാതെ ഇതിൻ്റെ മേലിൽ കയറി കൈ തിരിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്കിത് കാണിച്ചു തരാം. സോ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് കരുതേണ്ട ഒരു വണ്ടി തന്നെയാണ് ഗെറില്ല 450. കാരണം ഇത് അത്യാവശ്യം അഗ്രസീവായിട്ട് പവർ ഡെലിവറി ചെയ്യുന്നൊരു മിഷനാണ്. റെഡ് ടെക്നോളജി ആയതുകൊണ്ട് ഇന്നത്തെ റോഡ് റെസ്പോൺസ് ഭയങ്കര ആക്യുറേറ്റ് ആണ്. നമ്മൾ അത് സെൻസ് ചെയ്യുന്നത് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യും. സോ റോഡ് റെസ്പോൺസൊക്കെ പക്ക ആക്യുറേറ്റ് ആണ് ഇതിൻ്റെ. അതുകൊണ്ട് റോഡിലൊക്കെ തിരിക്കുമ്പോൾ ഒന്ന് നോക്കി ഇങ്ങോട്ടൊക്കെ തിരിക്കുക. ഇതിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കിപ്പം ഓടിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. ഇതിപ്പം സെക്കൻഡ് സർവീസ് ആയ വണ്ടിയാണ്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓൾറെഡി ഒരു എക്സോസ്റ്റും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എക്സോസ്റ്റ് ചേഞ്ച് ആക്കിയിട്ടും ഇതിനകത്ത് നമുക്ക് മൈലേജ് ഡ്രോപ്പൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അത്യാവശ്യം ആക്സസറീസും ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനിതുവരെ ഒരു മൈലേജ് ഡ്രോപ്പും കാര്യങ്ങളൊന്നും നമുക്കില്ല. പിന്നെ ഗെറില്ല എടുത്തു കഴിഞ്ഞാൽ ലോ സ്പീഡിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാർക്ക് ഇതിപ്പം 50 സ്പീഡിൽ 61 പോണേ. ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ 350s പോലെ അധികം ഇത് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റില്ല. ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ എന്നാലും നമുക്ക് സിറ്റിയിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഗിയറിൽ ഇതിൻ്റെ ഒരു പുല്ലുണ്ട്, അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗെറില്ല എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു പെരിയെ പോകാനായിട്ട് ഒട്ടും തോന്നില്ല. കാരണം അങ്ങനെ ഒരു എഞ്ചിനല്ല ഇത്. സോ നമ്മളെപ്പോഴും റെവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ റഷ് തോന്നുന്ന രീതിയിൽ ഇത് ഓടിക്കാനായിട്ട് ഭയങ്കര ഫണ്ണുള്ള വണ്ടിയാണിത്. അതേപോലെ വണ്ടി കേപ്പബിളുമാണ്. നമുക്ക് വണ്ടി അതേപോലെ പിടിച്ചു നിർത്താനും പറ്റും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ബ്രേക്കിങ്ങിലും എല്ലാം നിങ്ങൾ ഒന്ന് മെച്ചപ്പെട്ടിട്ട് വേണം ഈ വണ്ടിയിലോട്ട് കയറാനായിട്ട്. ഒരു ബിഗിനർക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചിലപ്പം പറ്റിയെന്ന് വരില്ല. ടോട്ടൽ ഓടിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അത് പഠിച്ചതിന് ശേഷം മാത്രം വണ്ടിയിലോട്ട് ഫോക്കസ് ചെയ്യാം. ഇത് ഇതിൻ്റെ വേണ്ടി എടുത്തു പറയുന്ന കാരണം കൊണ്ടല്ല, ഞാൻ വർക്ക് ചെയ്യുന്നതും ആറിയിലായതുകൊണ്ടും നമുക്ക് അവിടെ വരുന്ന പല കേസസും നമ്മൾ കാണുന്നത് കൊണ്ടാണ് നേരിട്ട്. അതിൻ്റെ വിഷയം എന്തായാലും ഇതിലൊരു താഴെ ഞാൻ കൊടുത്തേക്കാം, ഏറ്റവും അവസാനം ഞാൻ കൊടുത്തേക്കാം. സോ ബി കെയർഫുൾ. ആൾക്കാർക്ക് ഓടിക്കാൻ കൊടുക്കുമ്പോഴും ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കുക. അത്രയ്ക്ക് പേടിക്കാനായിട്ടുള്ളതൊന്നുമില്ല, എന്നാൽ ആദ്യമായിട്ടുള്ളവർക്ക് പേടിക്കാനുള്ളത് എന്തെന്നാലും. ഒരു സിവിൽ സെൻ്റർ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഫണ്ണായിരിക്കും. അങ്ങനെ പേടിക്കുന്നൊന്നുമില്ല. എന്നാൽ ആദ്യം ഓടിക്കുന്നവർക്ക് പേടി ഉണ്ടാവുകയും ചെയ്യും. സോ ഇതിൻ്റെ ഫ്യൂൽ എക്കോണമി ആയിട്ട് ഏകദേശം നമുക്ക് 25+ കിട്ടുന്നുണ്ട്.
അല്ലാണ്ട് വേറെ അതിനകത്തൊരു ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് ആൾ കൊണ്ടുപോലെ നോക്കുന്ന വണ്ടിയാണെങ്കിൽ കാണുമ്പോൾ അറിയാം പക്ക നീറ്റാണ് എല്ലാം വെച്ചേക്കുന്നത്. ആക്സസറീസ് ലോഡ് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സോസിന് നോട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഈ ഒറ്റ മൈക്കേ അപ്പം അവിടുത്തെ നോട്ട് എങ്ങനെ അടിക്കും നിങ്ങൾ കേൾക്കുന്ന അറിയില്ല. അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ എക്സോസ് നോട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കര ഫൺ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നമുക്കൊരു 6 ആൾക്ക് അടിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആ വീൽ സൈസ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ 120 സെക്ഷൻ വീൽസ് വരുന്നുണ്ട്, റിയറിൽ 160 വരുന്നത്. അപ്പോൾ നല്ല വയലസ്റ്റ് ആയിട്ടുള്ള വീൽസ് സ്റ്റോക്കിൽ തന്നെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കർവ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഭയങ്കര രസമാണ് ഇത് എടുക്കാനായിട്ട്. ഇതിൻ്റെ DB കില്ലർ ഓടിയിട്ടില്ല കേട്ടോ, അതാണ് ഇത്രയും സൗണ്ട് കുറവ്. വിത്തൗട്ട് DB ആണ് ഈ സൗണ്ട്. ഭയങ്കര ഐക്യാച്ചാണ് കേട്ടോ ഈ വണ്ടി. റോഡ് പ്രസൻസ് ഭയങ്കരമാണ് ഈ വണ്ടിയുടെ. ആൾക്കാരെല്ലാം ഈ സാധനം പോകുമ്പോൾ നോക്കും, പ്രത്യേകിച്ച് ഈ ഒരു കളറ് സീനാണ്. സെക്കൻഡ് ഗിയറിൻ്റെ പുല്ല് കാണിച്ചു തരാം. നിഷ്പ്രയാസം പൂ പറിക്കുന്നില്ലാത്തവരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് പോവാം. ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഐക്യച്ചാണ് ഈ വണ്ടി, പ്രത്യേകിച്ച് ഈ ഒരു കളറ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗറല്ല 450 യെല്ലോ റിബൺ എന്ന് പറഞ്ഞൊരു കളറ്. ഇതിൽ അത്യാവശ്യം ആക്സറീസ് ചെയ്തൊരു വണ്ടിയാണ്. ഫ്രണ്ടിൽ ആറിൻ്റെ തന്നെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മിനി ഫോഗ് വെച്ചിട്ടുണ്ട്. അത് ആറിൻ്റെ അല്ല. പിന്നെ റേഡിയേറ്റർ കാർഡുണ്ട്, എൻജിൻ കാർഡുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ എക്സോസ്റ്റ്. എങ്ങനെയുണ്ട് സാധനം? ഇതിനകത്ത് DB കില്ലർ വെച്ചിട്ടുണ്ട്. ഇത് വിത്തൗട്ട് DB കേൾക്കാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ സൗണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം ആളെടുത്ത് വെച്ചേക്കുകയാണ്. പക്ഷെ ഇപ്പോഴേ ചെയ്യുന്നില്ല, കുറച്ചും കൂടെ ഒന്ന് ഓടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിൻ്റെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളെല്ലാം നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയുടെ. ഇത് അക്രമമായിരിക്കും. ആ സാധനം കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി അക്രമമായിരിക്കും. ഇപ്പം തന്നെ നല്ല രസമാണ് സൗണ്ടിനെ കേൾക്കാനായിട്ട്, DB ഉണ്ടായിട്ടും. വിത്തൗട്ട് DB അടിപൊളിയാണ്. ഒരു ലെജൻഡറി കസ്റ്റംസിൻ്റെ റിയറാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പില്ലിന് അത്യാവശ്യം കംഫർട്ട് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. ലുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും, പക്ഷേ അത് അവരുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ആംഗിളിൽ വണ്ടി കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു വൈറ്റ് ടയറും വാവ് സീൻ. ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ 160 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ലേഡീസിൻ്റെ ചവിട്ടാനായിട്ട്, അതും ലെജൻഡറി കസ്റ്റംസിൻ്റെയാണ്, ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലേ? ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. കേട്ടോ? എന്തല്ലേ സീൻസാണ്. സീറ്റ് നോട്ടാണ്. കൊള്ളാം. അപ്പം ഇത്രയാണ് ബേസിക്കായിട്ട് ഈ വണ്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇതുവരെയും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നോർമൽ പീരിയോഡിക്കലുള്ള സർവീസ് തന്നെയാണ് ചെയ്തു പോകുന്നത്. അത്യാവശ്യം ഒരു ഫ്യൂൽ എക്കോണമി 30 അടുപ്പിച്ച് കിട്ടുന്നുമുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വാറണ്ടി ക്ലെയിമിൽ പൊക്കോളൂ. അതുകൊണ്ട് നമ്മൾ ബോധമിടാവേണ്ട കാര്യമില്ല. എൻഫീൽഡ് അവർക്ക് വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 7 വർഷം വരെ ആക്കുന്ന പാക്കേജൊക്കെ ആയിട്ടുണ്ട്. നോർമൽ 3 ഇയർ നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടും.
പിന്നെ സർവീസ് കോസ്റ്റും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അഫോർഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പാർട്സിൻ്റെ ചില റേറ്റുകൾ അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിൻ്റെ ബ്രേക്ക് പാർട്സ് നല്ല റേറ്റാണ്. പക്ഷേ ഇപ്പം റേറ്റ് കുറഞ്ഞൊന്നും കേൾക്കുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. പക്ഷേ നിങ്ങൾ വണ്ടി ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു പരിഹാരം കാണാവുന്നേ ഉള്ളൂ. ബ്രേക്ക് പെഡൽസിനകത്ത് കാല് വെച്ച് അധികം ഓടിക്കാതിരിക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾ അതിനകത്ത് പുഷ് ചെയ്യുക. അങ്ങനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രേക്ക് ലൈഫ്, പാഡിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കിട്ടും. ചെയിൻ കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്ത് ടൈറ്റ് ചെയ്ത് ഓടിക്കുക, ലൂബ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ വണ്ടിക്ക് അത് ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം വണ്ടി സെറ്റാണ്. സോ ഈ ഗറില്ല ആർക്കൊക്കെ എടുക്കാം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു റോഡ്സ്റ്ററിൽ എൻ്റെ അക്രമം കാണിക്കണം, അല്ലെങ്കിൽ റോഡിലല്ല റോഡ്സ്റ്റർ വെഹിക്കിളിനകത്ത് അക്രമം കാണിക്കണം, നേക്കിഡ് വണ്ടികളുടെ ഒരു താല്പര്യമുണ്ട്, ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ടൂർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. ഞാനിത് ഒരിക്കലും ഒരു ബിഗിനർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം പല ഇൻസിഡൻസും നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടതുകൊണ്ടാണ്. പല അമ്മമാരുടെയും അപ്പന്മാരുടെയും കണ്ണീര് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. സോ അപ്പോഴത്തെ ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ബയറായിട്ട് ഇതിനകത്തോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ തിരിക്കുമ്പോഴത്തേന് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറും. സോ അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളിലോട്ടൊന്നും പോകാതിരിക്കട്ടെ. ബേസിക്കലി നിങ്ങൾ എല്ലാം സെറ്റായതിന് ശേഷം മാത്രം ഒരു അഗ്രസീവായിട്ടുള്ള വണ്ടികളിലേക്ക് നോക്കുക. ഈ വണ്ടിയെക്കുറിച്ച് കുറ്റം പറയില്ല, ഈ വണ്ടി നല്ലതാണ്, അടിപൊളി വണ്ടിയാണ്. പക്ഷേ നിങ്ങൾ കെയർ ആയിട്ട് തന്നെ ഇത് നോക്കുക. അത്യാവശ്യം നിങ്ങൾ മോട്ടോർ സൈക്കിൾ ബാലൻസ്ഡ് ആണ്, നല്ലപോലെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, ആ വണ്ടി നിങ്ങൾക്ക് പിടിച്ചെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്തോട്ട് പോകാം. നിങ്ങൾക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ടിൻ സിലിണ്ടറിൻ്റെ കാര്യവും. നമ്മൾ ഷോറൂമിൽ നിൽക്കുമ്പോൾ പല ആൾക്കാരും ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ബേസിക്കലി അവർക്ക് വണ്ടികളുടെ ഒരു ബാലൻസ് ഉള്ള ആൾക്കാരുടെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, അതില്ലാതെ ആൾക്കാരുടെ എന്നുവെച്ചാൽ സ്കൂട്ടർ ബാലൻസ് അല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കലി ഉള്ള ചെറിയൊരു ബാലൻസ് വെച്ചിട്ട് ടിൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ കൂടുതലും അങ്ങനെ എടുക്കുന്ന വണ്ടികളൊക്കെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിന് ശേഷം നമ്മുടെ ഷോറൂമിൽ യാർഡിൽ വന്നിരിക്കാറാണ് പതിവ്. സോ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ നിങ്ങൾ വണ്ടി എടുക്കുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കുന്നതിനോ ഒന്നും കുറ്റം പറയല്ല. സോ ഇത് കെയർ ആയിട്ട് നിങ്ങൾ ഓടിക്കുക, അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് റൈഡ് ചെയ്യുക. കാരണം ഈ വണ്ടി അക്രമമാണെന്ന് പറയുമ്പോഴും ഈ അക്രമം കാണിക്കാനുള്ള സ്ഥലം നമ്മുടെ പബ്ലിക് റോഡ്സ് അല്ല, അത് കാണിക്കാനായിട്ട് പല സ്ഥലങ്ങളും ഉണ്ട്, അവിടെ കാണിക്കുക. സോ നമുക്കതെല്ലാം വിടാം. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഓടിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോവാം. സോ ഇതിനകത്ത് ബേസിക്കലി 2 റൈഡിങ് മോഡ്സാണ് വരുന്നത്. അപ്പം ആ ഒരു 2 റൈഡിങ് മോഡ്സും നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുതരാം. ആ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് മുമ്പോട്ട് പോകാം. ഇതിനകത്ത് ബേസിക്കലി 2 റൈഡിങ് മോഡ്സ് ആണുള്ളത്. ആ റൈഡിങ് മോഡ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ ഇഗ്നിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ മോഡ് ബട്ടൺ ഉണ്ടല്ലോ അതിൽ സെലക്ട് ചെയ്യുക. 2 റൈഡിങ് മോഡ്സ് ഉണ്ട്. ഒന്ന് പെർഫോമൻസ് മോഡ് ABS ഓൺ, 2 എക്കോ മോഡ് ABS ഓൺ. ഇത് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് പെർഫോമൻസ് മോഡിലായിരിക്കും. അപ്പം നിങ്ങൾ എപ്പം ഇഗ്നിറ്റ് ചെയ്താലും ഇതിൻ്റെ എക്കോ മോഡിലോട്ട് ഇട്ടിട്ട് ഇഗ്നിറ്റ് ചെയ്യുക, എക്കോ മോഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് എപ്പോഴും കിടക്കുന്നത് പെർഫോമൻസ് മോഡിലായിരിക്കും. പക്ഷേ ഇഗ്നിഷൻ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ടായിട്ട് പെർഫോമൻസ് മോഡിലോട്ട് തന്നെ പോവും. ഇപ്പം കിടക്കുന്ന പെർഫോമൻസ് മോഡിലാണ്. ഇപ്പം എക്കോ മോഡിലോട്ട് നമ്മളാക്കി അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡിൽ തന്നെ കിടക്കും. നമുക്ക് വേണ്ട, എക്കോ മോഡ് വേണ്ട. അത്രയാണ് ഇതിൻ്റെ ബേസിക് സ്വിച്ചസ്. പിന്നെ ഇതിൻ്റെ TFT ഡിസ്പ്ലേയിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. TFT ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് മ്യൂസിക് കൺട്രോൾസ്, പിന്നെ മെസ്സേജസ്, കോൾസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ഈ ജോയിസ്റ്റിക്ക് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു കണക്കിന് നോക്കിയാൽ വേറെ ആണ്, പിന്നെ വേറൊരു കണക്കിന് നോക്കിയാൽ ഫോണിലെ ചാർജും തീരും. ഫോൺ കണക്റ്റഡ് ആയിരിക്കണം. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾക്ക് സെക്കൻഡറി ഫോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ USB Type-C ചാർജിങ് ബോർഡ് ഉണ്ട്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചാർജ് ചെയ്യാം. സോ അങ്ങനൊരു ഉപകാരമുണ്ട്. ഒരു ഫോൺ ഹോൾഡറിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. സോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇത്രയൊരു ബേസിക് വീഡിയോ ആണിത്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ടുള്ള ടൂറിങ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഔട്ട് ഫ്രോം ദിസ് വീഡിയോ ഗൈസ്.